ഷിബു സാർ ഇവിടെയാണ്, നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, മന്ത്രിയായിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തോറ്റിരിക്കുന്നത്. അല്ല, തോൽവിയും പരാജയവും സിനിമ പോലെ തന്നെയാണ്, രാഷ്ട്രീയവും തോൽവിയും പരാജയമൊക്കെ ഒരുപോലെയാണ്. പക്ഷെ ലിജോ ചേട്ടൻ്റെ അടുത്തോ ലാലേട്ടനോടോ ചോദിച്ചാൽ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയാത്ത രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒന്നാമത്, ലിജോ ചേട്ടൻ എല്ലാം ഒളിച്ചു വെച്ചാണ് പറയുന്നത്, ഒരു സസ്പെൻസ് പുറത്ത് വിടില്ല. അത് എന്ത് കുത്തി ചോദിച്ചാലും പറയില്ല എന്നുള്ള 100% ഉറപ്പുള്ളതാണ്. നമുക്ക് ഇത് കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രഹസ്യ പരസ്യമായിട്ടാണ് ചോദിക്കുന്നത്. എത്ര നാളുകൂടെ ഇങ്ങനെ ഒന്ന് ഇരിക്കണമെന്ന് തന്നെ ആലോചിക്കുന്നത്. നമുക്കവിടെ പടമാണെങ്കിൽ പോയി ഇരിക്കാൻ പറ്റില്ല, ലാലേട്ടൻ്റെ പടത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് തിയേറ്റർ സിനിമ കണ്ടതിന് ശേഷം. അത് പ്രൊഡ്യൂസർ തന്നെയാണ് വിചാരിക്കുന്നത്, പിന്നീടാണ് വരുന്നത്. അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചാൽ ഷിബു എന്ന രാഷ്ട്രീയ പ്രവർത്തനം ഈ സിനിമാ പ്രവർത്തനം എന്ത് പറയും? എന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. കള്ളം പറയല്ലെന്നേ ഉള്ളൂ, എല്ലാ സത്യവും വിളിച്ചു പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. അതൊക്കെ വലിയ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. അതിപ്പോ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ പിന്നെ സർപ്രൈസ് ഉണ്ടോ? സിനിമ കണ്ടതിന് ശേഷം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും ഒരിക്കലും. ചോദിച്ചതും അല്ല, അത് തന്നെയാണ് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് വേണോ വേണ്ടോ എന്നുള്ളത്. എന്തായാലും വേണമല്ലോ. ഇതിന്റെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അല്ല, പരസ്യമായിട്ട് താങ്കൾ ചെയ്ത സിനിമകളെല്ലാം നമുക്കറിയാം അവാർഡ് മൂവി പോലെ ചെയ്യുന്നുണ്ട്. അത് ഫെസ്റ്റിവലിലാണെങ്കിലും ഹൗസ്ഫുൾ ആവുന്നു. ആ സിനിമകൾ തന്നെ തിയേറ്ററിലും വലിയ ഹൗസ്ഫുൾ ആവുന്നു. വലിയൊരു മാജിക്കാണ്. അത് പ്രേക്ഷകർ താങ്കൾക്ക് എന്നൊരു സ്നേഹമാണ്, ഒരു ബഹുമാനമാണ്, ഒരു ആദരവാണ് എന്ന് ഞാൻ പറയുന്നു. മമ്മൂക്കായിൽ നിന്നും നേരെ ലാലേട്ടനിലേക്ക് അതെന്താണ്? മമ്മൂക്ക കഴിഞ്ഞ് പറഞ്ഞ ലാലേട്ടൻ ഇങ്ങനെ ഒരു യാത്രയുണ്ട്. ഈ മാജിക്കുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ഇത് ഇപ്പോ ഷിബുചായൻ്റെ അടുത്ത് ചോദിച്ചറിയാം. ഇത് ഇങ്ങനൊരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലുമല്ല. അത് ആ സമയത്ത് രൂപപ്പെട്ട് എല്ലാം കറക്റ്റായിട്ട് വന്ന് ഭവിക്കാന്ന് പറയില്ല, അതുപോലെ സംഭവിച്ചൊരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ അത് പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല. കുറച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടേ. സാറിന് എല്ലാ ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ചെറിയ നടനാണ്, കൂടെയുള്ള ആളാണ് വലിയ നടനെന്നും പറഞ്ഞൊരു ബോധ്യം ഉണ്ടാക്കുകയും അതുവഴി ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുകയും സിനിമ നന്നാക്കുകയും ചെയ്യുന്ന ആളാണ് മോഹൻലാൽ. അപ്പോൾ മലൈക്കോട്ട വാലിബനില് കുറേ കാലം ട്രാവൽ ചെയ്യാൻ സാധിച്ചില്ല മറ്റു സിനിമകളെ അപേക്ഷിച്ച്. ആക്ടിങ് ജീവിതത്തിലേക്ക് തന്നെ ചേർത്ത് വയ്ക്കാവുന്ന കാര്യങ്ങൾ മലൈക്കോട്ട വാലിബനിൽ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ കൂടെയുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 5-6 സിനിമകളായിട്ടുള്ളതാണ്. എല്ലാ ഭാഗങ്ങളിലും ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കാരണം നമുക്ക് പഠിക്കാൻ ഒരുപാട് ധാരാളമുള്ള നമ്മൾ വളരെ ചെറുപ്പം മുതലേ കാണുന്ന ഒരു പാഠപുസ്തകം എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ സമീപിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു ഘടകം വിഷ്ണു ചോദിച്ചുകൊണ്ട് പറയുകയാണ്, പഠിക്കുക, മറക്കുക, ചെയ്യുക എന്നൊരു രീതിയാണ് ലാലേട്ടൻ ഫോളോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. അധികം ആളുകളും ആക്ടേഴ്സ് പൊതുവെ പഠിക്കുക, ഓർമ്മിക്കുക ഇങ്ങനെയാണ് പോവാറ്. അപ്പോൾ അവർ അവിടെ അതിൽ തന്നെ സ്ക്രിപ്റ്റിനുള്ളിൽ നിൽക്കുന്നത് പോലെ, മറിച്ച് പഠിക്കുക, മറക്കുക, ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ ലാലേട്ടൻ ചെയ്തതുകൊണ്ട് അവിടെ ഒരു ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരത വല്ലാതെ അദ്ദേഹം ചെയ്യുമ്പം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയൊരു കാര്യം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നു. അതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയുള്ളൊരു ശ്രമം